ആക്സിലറേഷൻ എടാ ഇതിപ്പോൾ ഒരു വട്ടത്തിലൊരു സാധനം കറങ്ങിക്കൊണ്ടേയിരിക്കുക ഒരു റേഡിയസിൽ. അപ്പോൾ ഈ സെൻറ്ററിലേക്കൊരു ഫോഴ്സ് ഉണ്ടാവും, സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇല്ലേ. അപ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ ഫോഴ്സ് ഉള്ളിടത്തെല്ലാം ആക്സിലറേഷൻ ഉണ്ടാവും. അപ്പോൾ അതിനാണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത്, എന്ന് വെച്ചാൽ AC എന്ന് പറയും. പിന്നെ ഇങ്ങോട്ടേക്ക് ഒരു വെലോസിറ്റി പോകുന്നുണ്ടല്ലോ, അപ്പോൾ അതിനൊരു ആക്സിലറേഷൻ ഉള്ളതുകൊണ്ടാണല്ലോ വെലോസിറ്റി പോകുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ AT ടാൻജൻഷ്യൽ ഇതിൽ ആക്സിലറേഷൻ. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് ഇങ്ങനെ പോകുന്നതാണ് ഇതിൻ്റെ ആക്ച്വൽ ആക്സിലറേഷൻ, എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ബോഡീൻ്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ പ്ലസ് സെൻട്രിപെറ്റൽ ആക്സിലറേഷനാണ്. അപ്പോൾ ഈ സാധനത്തിൽ ഇപ്പോൾ നീ വെലോസിറ്റി വരയ്ക്കാൻ പറ്റിച്ചു. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ AB എടുത്താൽ ഇങ്ങോട്ടേക്കാണ് പോകുന്നതെങ്കിൽ ഒരു AD ഫിക്സഡ് ആക്കി, AD ഫിക്സഡ്. എന്നിട്ട് ഇതിൻ്റെ വെലോസിറ്റി ഇങ്ങനെ പോയി, ഇതിൻ്റെത് ഇങ്ങനെ പോയി, ഇനി ഇവിടെ ഉള്ളതിൻ്റെ ഇങ്ങനെ പോയി, അപ്പോൾ ഇങ്ങനെ പോയി. പിന്നെ CDക്ക് എങ്ങനെ പോകുന്നതെന്ന് വെച്ചാൽ അതിന് പെർപെൻഡിക്കുലർ ഇങ്ങനെ പോയ ഒരു ഇതാണ് വെലോസിറ്റീൻ്റെ ട്രയാങ്കിൾ കിട്ടുക. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഇതായിട്ടാണുള്ളത്, ഒന്ന് AC-യും പിന്നെ ഒന്ന് AT-യും. ഈ AC നിനക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ V²/r ആണ്. അപ്പോൾ ആക്സിലറേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നീ വെലോസിറ്റി വരച്ചിരിക്കണം. ഈ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയഗ്രത്തിൽ നിന്ന് കണ്ടുപിടിക്കുന്നത്.